അന്ന് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ചില കേന്ദ്രമന്ത്രിമാരുമായിട്ട്, അതായത് കോർപ്പറേഷൻ ഭരണത്തിന് ഗുണകരമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മിനിസ്ട്രികളുണ്ട്. KSRTC-യുമായിട്ട് അവരാണല്ലോ ശാസ്ത്രീയമായിട്ട് അക്കാര്യത്തിൽ അറിവുള്ളത്. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മുമ്പോട്ട് നമുക്കിപ്പോൾ 100 എണ്ണം ഒരു ദിവസം 100 നായ്ക്കളെ സർജറി ചെയ്യാൻ സാധിച്ചാൽ 100 ദിവസം കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ എല്ലാ നായ്ക്കളെ സർജറി ചെയ്യും. ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പ് വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോകുന്നു. നല്ല പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ്. അതെ, അവർ പരാതികൾക്ക് നിയമപരമായിട്ട് ശക്തമായ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകണം. ശക്തമായ സമരങ്ങൾ അവർ നടത്തണം. ഞങ്ങൾ കൊണ്ടിട്ട 50 നായ്ക്കൾ അവിടെ തന്നെ സുഖമായിട്ട് പാർക്കുന്നു. നാളെ, അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കാര്യമാണ്, അതിലെല്ലാ വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോടൊക്കെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും BJPക്ക് നല്ല മുന്നേറ്റം ഉണ്ടായ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ BJPക്ക് എത്താൻ സാധിച്ചു. അത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്തെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനെ തുടർന്നും ഉള്ള ദിവസങ്ങളിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. പല കേന്ദ്രമന്ത്രിമാരെയും ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഡൽഹിയിലേക്ക് ഈ ജനപ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നാളെ രാവിലെ കേരളത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാ കൗൺസിലർമാരും അതോടൊപ്പം തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, മുനിസിപ്പൽ ചെയർമാൻ, അങ്ങനെയുള്ള കാറ്റഗറി പ്രവർത്തകർ നാളെ രാവിലെയുള്ള കേരള എക്സ്പ്രസിൽ പോകും. ഇന്നലെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 11-ാം തീയതി അവിടെ എത്തും. അതിനുശേഷം നിശ്ചയിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വസതിയിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും. അതോടൊപ്പം പാർലമെൻറ്റ് സന്ദർശനം, BJPയുടെ അഖിലേന്ത്യാ ഓഫീസ്, പിന്നെ ചില കേന്ദ്രമന്ത്രിമാരുമായിട്ട്, അതായത് കോർപ്പറേഷൻ ഭരണത്തിന് ഗുണകരമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മിനിസ്ട്രികളുണ്ട്. അർബൻ മിനിസ്ട്രി ഉൾപ്പെടെ അവരുടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് അവരെയൊക്കെ കണ്ട് വിവിധ പദ്ധതികൾ ചർച്ച ചെയ്യും. അന്നത്തെ ഞങ്ങൾ കൊടുത്തല്ലോ, അന്നത്തെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ കോൺക്ലേവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ വാർഡ് സഭകൾ നടക്കുകയാണ്. ഞാനിപ്പോൾ ജഗതി വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. ഇനി കൊടുങ്ങാനൂരും കടകംപള്ളിയിൽ ഇന്ന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. മറ്റുള്ള ഏകദേശം ഇന്നൊരു എനിക്ക് തോന്നുന്നൊരു 60 വാർഡുകളിൽ വാർഡ് സഭ നടക്കുകയാണ്. 14-ാം തീയതിക്ക് മുമ്പ് ബാക്കിയുള്ള വാർഡുകളിലൂടെ നടക്കും. അപ്പോൾ അവിടെ നിന്ന് കൗൺസിലർമാരുടെ തന്നെ റിപ്പോർട്ട് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോൺക്ലേവ് നടത്തും. അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് പ്രപ്പോസൽ നമ്മുടെ ഡെപ്യൂട്ടി മേയറൊക്കെ തന്നെ പല പ്രമുഖ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് പ്രപ്പോസൽ വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പ്രാഥമികമായിട്ട് രേഖ കൊടുത്തു നിങ്ങളെയൊക്കെ മുൻപിൽ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ആധികാരികമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഈ യാത്രയിൽ അത് സാധിക്കില്ല, കാരണം വാർഡ് സഭ 14-ാം തീയതി കൊണ്ട് തീരുള്ളൂ. ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പ് വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോകുന്നു. നല്ല പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ്, തിരുവനന്തപുരത്തിൻ്റെ വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റ്. കഴിഞ്ഞ ഭരണസമിതിയിലെ ബഡ്ജറ്റിലെ കുറെ പദ്ധതികൾ ഇനി നടപ്പാക്കാനുണ്ട്. അത് ഈ ബഡ്ജറ്റിൽ ആവർത്തനമായിട്ട് വരും. അതിൽ ഞങ്ങൾ തുടരേണ്ട ഏതെങ്കിലും പദ്ധതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടരും. ഇപ്പോൾ തന്നെ ഈ ഭരണസമിതി ചുമതലയിൽ വന്നതിന് ശേഷം ആദ്യമായി ഒപ്പുവെച്ചത് വയോമിത്രം പരിപാടി അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണല്ലോ. അങ്ങനെയൊക്കെ തുടരേണ്ട പദ്ധതികൾ തുടരും. പുതുതായി ആവിഷ്കരിക്കേണ്ടവ ആവിഷ്കരിക്കും. ആ 23 എണ്ണത്തിൻ്റെത് ആയിട്ടുണ്ട്. 29 കൊടുത്ത. പക്ഷേ ഈ ബസ് വന്നതിന് ശേഷം നിരവധി കൗൺസിലർമാർ വീണ്ടും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഇനിയും KSRTC-യുമായി അടുത്ത ഘട്ടം സാധിക്കുമെങ്കിൽ ചർച്ച ചെയ്യും, സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം KSRTC അതിനെക്കുറിച്ച് പഠിക്കും. കാരണം അവിടെ കൗൺസിലർമാർ പറയുമ്പോൾ പല സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഇപ്പോൾ എൻ്റെ വാർഡിൽ നിന്നും പല സ്ഥലത്തുനിന്നും പറയുന്നുണ്ട്. പക്ഷേ അത് വയബിളായിരിക്കില്ല. KSRTC-യുമായിട്ട് അവരാണല്ലോ ശാസ്ത്രീയമായിട്ട് അക്കാര്യത്തിൽ അറിവുള്ളത്. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മുമ്പോട്ട് പോകും. എന്തായാലും ബസ് വന്നല്ലോ. ഈ കോർപ്പറേഷൻ കെട്ടിടങ്ങളുടെ വാടക പരിഷ്കരിക്കുന്ന കണക്കെടുപ്പ് നടത്തുന്നു. ജനുവരി 31 പ്രസിദ്ധീകരിക്കുന്നതാണെന്ന് മേയർ പറഞ്ഞത്. അതെന്തായാലും വരട്ടെ.
പറയാം അതിൻ്റെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബസ് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം ചോദിച്ചല്ലോ. ഇപ്പോൾ ഞങ്ങൾ ആദ്യം വിഷയം ഓപ്പൺ ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ബസ്സിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് കാത്തിരിക്കാനായിട്ട്. ഇന്നലെ ബസ് വന്നില്ലേ. അതുപോലെ തെരുവുനായ്ക്കളുടെ വിഷയം ആദ്യം പറഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ചോദിക്കും എന്തായെന്ന്. 50 എണ്ണത്തിന് ഷെൽട്ടറിലാക്കിയപ്പോഴേക്കും നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു. അക്കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. മിക്കവാറും ഒരു 2 ആഴ്ചയ്ക്കോ ഒരു ഷെൽട്ടർ അതെ അവർ പരാതി നൽകി നിയമപരമായിട്ട് ശക്തമായ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകണം. ശക്തമായ സമരങ്ങൾ അവർ നടത്തണം. ഞങ്ങൾ കൊണ്ടിട്ട 50 നായ്ക്കൾ അവിടെ തന്നെ സുഖമായിട്ട് പാർക്കുന്നു. പഞ്ചായത്ത് വിഷയത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ. അതായത് പശു വളർത്തൽ കേന്ദ്രമായിട്ടാണ് പറഞ്ഞിരുന്നത്. പിന്നീട് കെട്ടിപ്പറിച്ച് നായ്ക്കളെ കൂടെ വെച്ചു പറഞ്ഞാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവർക്ക് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പോയിരുന്നു. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ പോയിരുന്നു. മേയർ നേരത്തെ പോയി കണ്ടിരുന്നു. ഞാൻ വിദഗ്ധനല്ല, അതുകൊണ്ട് അവിടുത്തെ സാങ്കേതിക വശമൊന്നും എനിക്കറിയില്ല. രാഷ്ട്രീയ വശം മാത്രമേ അറിയാവുള്ളൂ. അവിടെ നായ്ക്കൾക്ക് പാർക്കാനുള്ള സൗകര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് നോക്കിയിരുന്നു. ഡോക്ടർ ഉണ്ടായിരുന്നു, അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു. സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയിട്ടാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും കോൺഫിഡൻസ്. ഇല്ല, അത് അന്നേ പറഞ്ഞല്ലോ. 50 നായ്ക്കളെ അവിടെ ഇട്ടു. അതൊരു പൈലറ്റ് പ്രോജക്റ്റാണ്. അതിനെ മാറ്റുന്ന പ്രശ്നമില്ല. പുതിയ നായ്ക്കളെ അങ്ങോട്ട് കൊണ്ടുള്ള ഉദ്ദേശവുമില്ല. അതിന് വേറെ സംവിധാനം. പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു എതിർപ്പുണ്ടായാൽ കോർപ്പറേഷൻ അല്ല, അവിടെ നിയമപരമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കൃത്യമായിട്ട് വേസ്റ്റൊക്കെ മാനേജ് ചെയ്യാൻ ടാങ്ക് നിങ്ങൾക്ക് പോകാൻ. എൻ്റെ ഒരു മാധ്യമപ്രവർത്തകർക്ക് തന്നെ പോയിട്ട് അവിടെ അരുതാത്ത എന്തെങ്കിലും നടക്കുന്നുണ്ടോ, നായ്ക്കളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, കൃത്യമായിട്ട് ഓരോ ദിവസവും അതിനെ മെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ഡോക്ടറുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം. നത്തിങ് ടു ഹൈഡ്. ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് എവിടെ ആരാ പറയുന്നത്? അവിടെ ഇപ്പോൾ ഒരു 60 നായ്ക്കൾ നമുക്ക് സർജറി കഴിഞ്ഞ് പാർപ്പിക്കാൻ പറ്റുന്നു. അതാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ദിവസം പക്ഷേ നമുക്കൊരു 4 എണ്ണം അല്ലെങ്കിൽ 5 ചെയ്യാൻ പറ്റും. നമുക്കത് പോരാ. നമുക്കിപ്പോൾ 100 എണ്ണം ഒരു ദിവസം 100 നായ്ക്കളെ സർജറി ചെയ്യാൻ സാധിച്ചാൽ 100 ദിവസം കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ നായ്ക്കളെയും സർജറി ചെയ്യാം. പക്ഷേ ഒരു ദിവസം 100 എണ്ണത്തിന് സർജറി ചെയ്യുമ്പോൾ ഒരു 500 എണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യം വേണം. കാരണം 5 ദിവസം ഇതിനെ റെസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ 500 എണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം 100 എണ്ണത്തെ സർജറി ചെയ്യാൻ പറ്റൂ. ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ 50 എണ്ണത്തിന് അങ്ങോട്ട് മാറ്റിയല്ലോ. ഇനിയും തെരുവിൽ തന്നെ തുറന്നു വിടാതെ വേറെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവിൽ തുറന്നു വിടാതെ ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും വിഴിഞ്ഞത്ത് ചെയ്തതുപോലെ മിക്കവാറും ഒരു 2 ആഴ്ചയ്ക്കകം അടുത്തൊരു ഷെൽട്ടറിൻ്റെ ഒരു 2-3 ഏക്കർ സ്ഥലത്തിൻ്റെ എഗ്രിമെൻ്റ് എഴുതാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണുള്ളത്. നാളെ എഴുതുമെന്ന് മേയർ പറഞ്ഞെന്ന് പറഞ്ഞത് നല്ല പരിശ്രമം നടത്തണം, അതിനുള്ള വിശ്വാസമാണുള്ളത് കൊടുക്കാവുള്ളൂ. കോർപ്പറേഷൻ ഞാൻ 2 വിഷയമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അക്കാര്യങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി ഇന്ന് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയം പരാമർശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശരി, താങ്ക് യു.